ഇത് 480. 480. 4,80,000 വില എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്നും കുറച്ച് കൊടുക്കാം. ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ലോണും ചെയ്ത് കൊടുക്കാം. വെറും 4,80,000 വലിയ 2020 മോഡൽ 21 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി. വെറും 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10-10.5 ലക്ഷം രൂപ അല്ലാതെ കിട്ടൂല മക്കളെ. റേറ്റ് അങ്ങോട്ട് പൊട്ടിച്ചു. വെറും 8.5 ലക്ഷം രൂപക്ക് 2019 മോഡൽ കേട്ടോ. ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് ഉള്ള വേരിയന്റ് ആണ്. കീലെസ് എൻട്രി അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. വെറും ഫാൻസി നമ്പറിലെ വണ്ടി കേട്ടോ. വെറും 7,40,000 രൂപ. ഇത്രയാണ് നമ്മൾ ഓഫർ പ്രൈസ് പറഞ്ഞത്. 6.25 ലക്ഷം രൂപ. അതൊന്നും കുറച്ച് അതൊന്നും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുത്തൂടെ? തീർച്ചയായിട്ടും ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 1.30 ചോദിക്കണത്. ഫൈനൽ വില 1.25 ഫൈനൽ കൊടുക്കാം. 1.25 ലാസ്റ്റ് കുറയില്ലല്ലോ. 1.25 കൊടുക്കാം. ലോൺ 2,65,000. 2 ലക്ഷം ചെറുതായിട്ട് കുറച്ച് കൊടുത്തൂടെ? ഫൈനൽ വിലയാണ്. ഫൈനൽ വില 2.60. നല്ല വിലയുണ്ട്. 2,60,000 രൂപക്ക് പോണോ? 2,65,000 രൂപയ്ക്ക് പോളോ. ലോൺ എത്ര ചെയ്യാം? ലോൺ ഏകദേശം 2.5 വരെയൊക്കെ ലോൺ കയറും. പ്രൊഫൈലുള്ളവർക്ക് ഫുൾ എമൗണ്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ 90,000. 2,90,000. 2,90,000 രൂപയ്ക്ക് 14 ZX ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു കാർക്രാഡിൽ പുളിക്കൽ കേട്ടോ. ഇവിടുത്തെ വാഹനങ്ങൾക്കൊക്കെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ. വെറുതെ പറയണല്ല, നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടോക്കും. മറ്റുള്ള ഷോറൂമുകളിലെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കി. എന്നിട്ട് എന്തെങ്കിലും വാഹനത്തിന് വില കൂടുതലാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇത് ഓഫർ ആണോ നോക്കിക്കോട്ടോ. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടി. വെറും 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 10-10.5 ലക്ഷം രൂപ അല്ലാതെ കിട്ടൂല മക്കളെ. റേറ്റ് അങ്ങോട്ട് പൊട്ടിച്ചു. വെറും 8.5 ലക്ഷം രൂപക്ക് അത് മാക്സിമം ലോണ്. അടുത്ത ഓഫർ കേട്ടോളി. ഹുണ്ടായി വർണ്ണ 2019 മോഡൽ കേട്ടോ. ഡീസലിൽ ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് ഉള്ള വേരിയന്റ് ആണ്. കീലെസ് എൻട്രി അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. വെറും ഫാൻസി നമ്പറിലെ വണ്ടി കേട്ടോ. വെറും 7,40,000 രൂപ എവിടുന്നെങ്കിലും കിട്ടുമോ? അടുത്ത ഓഫർ ഇതാ നിരന്ന് കിടക്കുന്ന 2.5 ലക്ഷം രൂപക്കൊക്കെയാണ് ഇവിടെ പോളോ കൊടുക്കുന്നത്. നല്ല അലോയ് വീൽസ് ഒക്കെ ചെയ്ത നമ്മുടെ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചെറുവണ്ടിയായിട്ടുള്ള ഓൾട്ടോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡസ്റ്റർ 7 സീറ്റർ എക്സ്. അടുത്ത ഓഫർ കേട്ടോ 2016 മോഡൽ ഡീസൽ ക്രെറ്റാട്ടോ. നോക്കണം, ഡീസലാണ്, പെട്രോൾ അല്ല. എത്ര ചോദിക്കുന്നറിയോ? വെറും 6.25 ലക്ഷം രൂപ. അതും നെഗോഷ്യബിൾ ആണ്. 8 ലക്ഷം രൂപ അല്ലാതെ ഏകദേശം 8 ലക്ഷം രൂപയോളല്ലാതെ ഈ ഒരു ഡീസൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റില്ല. ഇതാ കിടക്കുന്ന ഒരു മുത്തുമണി പഴയ കാല രാജാവ്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2006 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. അടിപൊളി വണ്ടി. ജാക്കി പോലും തൊട്ടിട്ടില്ല കേട്ടോ. കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹുണ്ടായി എലൻട്ര ഏകദേശം 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇതൊക്കെ വെറും ഒരു ആൾട്ടോ സ്വന്തമാക്കുന്ന പ്രൈസ്. അത് നിങ്ങൾ അവസാനം കേട്ടാൽ മതി. പിന്നെ അതാ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു സെഡാൻ വാഹനം, മൈലേജ് ഉള്ളൊരു വാഹനം, അതുപോലെ തന്നെ റിഡ്സ് ഒക്കെ ചെറിയ വിലക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഹോണ്ട അമേസ്, ഐട്ടന്, പിന്നെ സെലേറിയോ, വാഗ്നർ തുടങ്ങിയ എല്ലാ വാഹനങ്ങളുടെ കൂടാതെ മുകളിൽ ഇന്നോവയുടെ കളക്ഷൻ ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ടോട്ടൽ ലോസ് ആയ വണ്ടിയാണോ, ഫ്ലഡ് ആയ വണ്ടിയാണോ, മേജർ ആക്സിഡൻ്റ് ആയ വണ്ടിയാണെന്നൊക്കെ നിങ്ങൾ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ വണ്ടീനെ എവിടെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ട് ഉറപ്പ് വരുത്തിയിട്ട് ഇവിടെ വന്ന് ഈ പ്രൈസിൽ നെഗോഷ്യബിളായിട്ട് മാത്രം മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ കാണണമെന്നൊരു തോന്നലില്ലേ? അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. റിയാസ്ക, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് വർത്താനം? സുഖല്ലേ? സെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓണായിട്ട് ഉഷാറാണല്ലേ? ഓക്കെ, നമ്മുടെ മുന്നേ അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവസ്ഥ? എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെയിൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇത്തവണ എന്താണ് നമ്മളെ പ്രേക്ഷകർക്ക് നമുക്ക് ഓഫറായിട്ട് പറയാൻ പറ്റും? ഓഫറായിട്ട് കൊടുക്കാം. നമുക്ക് 2019 ഭരണം കൊടുക്കാം. പറഞ്ഞ പിന്നെ നെക്സോൺ കൊടുത്തൂടെ, ക്രെറ്റ കൊടുത്തൂടെ? എല്ലാ വണ്ടിക്കും മാർക്കറ്റിൽ പറയുന്ന വിലക്ക് കുറച്ച് കൊടുത്തൂടെ? നമ്മുടെ മലയാള മീഡിയ പ്രേക്ഷകർ വന്നാല് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലഡ്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ, ഈ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കാല്ലേ? ഇപ്പൊ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ലോൺ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ പെട്ടെന്ന് പാസ്സാവൂലേ? 4 ദിവസത്തിനുള്ളിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ലൊക്കേഷൻ ഇത് വരുന്നത് കോഴിക്കോട് എയർപോർട്ട് റോഡിൽ പുളിക്കൽ അല്ലേ? ഓക്കെ, വാട്സാപ്പിൽ മെസ്സേജ് കാറ്റലോഗ് ഒക്കെ ഉണ്ടോ? ഒക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോ
ഒട്ടും തന്നെ സമയം കളയാതെ നേരെ ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. ഓ തീർച്ചയായും. ആദ്യമായിട്ട് നമുക്ക് നെക്സോൺ തുടങ്ങാം. നമ്മൾ ആദ്യം ഓഫർ റേറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? എത്ര എടുക്കുന്നത് മോഡല്? ഇത് 2020-21 രജിസ്ട്രേഷൻ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ അല്ലേ? സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ. 56,000 കിലോമീറ്റർ. അത് പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ. പ്രോപ്പർ ഹിസ്റ്ററി. കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തൂടെ? ഓ തീർച്ചയായിട്ടും. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? ടയർ ഏകദേശം ഒരു 80%. 80%. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി പാർട്ടിക്ക് വേണമെങ്കിൽ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാല്ലേ? ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. സൺറൂഫ് വരുന്ന വണ്ടി. ഓക്കെ. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, DRL, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? ഡിഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലാസും കാര്യങ്ങളും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? എത്ര മൈലേജ് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക്? ഡീസൽ ഓട്ടോമാറ്റിക് എന്തായാലും ഒരു 16-17 ആ റേഞ്ച്. 16-17 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഇന്റീരിയർ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹർമന്റെ സെറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മൾ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാണ്. ഇത് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 9 രൂപയൊക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇത് 8 രൂപ കൊടുക്കാം. 8 രൂപയ്ക്ക് നമ്മളെ പ്രേക്ഷകർക്ക്, അതെ അതെ, നമ്മുടെ മലയും മീഡിയ പ്രേക്ഷകർക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. അത് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? ആയിക്കോട്ടെ, പാർട്ടി വന്നോട്ടെ. ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുത്തൂടെ? ഓ തീർച്ചയായും. മാക്സിമം ലോൺ. മാസം ചെറിയ തുക അടവടക്കുകയാണെങ്കിൽ നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം അല്ലേ? അതെ അതെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്കൊരു ഓഫർ വാഹനം പരിചയപ്പെടാം. നല്ലൊരു ബ്ലാക്ക് കളറിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് അല്ലേ? വർണ്ണ. എത്ര മോഡൽ വരുന്നത്? 2019 മോഡൽ വരണം. 2019 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഏകദേശം എത്ര കിലോമീറ്റർ നിലവിൽ ഓടിയുണ്ട്? നിലവിൽ 160 ഓടിയുണ്ട്. 160. ഫാൻസി നമ്പർ 70 അല്ലേ? 160 പ്രോപ്പർ ഹിസ്റ്ററി ആണോ? പ്രോപ്പർ ഹിസ്റ്ററി. കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യല്ലേ? കറക്റ്റ് സർവീസ് ആണ്. കറക്റ്റ് സർവീസ് ആണെങ്കിൽ കിലോമീറ്റർ കൂടിയാലും പ്രശ്നമില്ല. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. ടയർ എത്ര ഉണ്ട്? ടയർ ഏകദേശം ഒരു 75%. പിന്നെ ഇതിന് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി വണ്ടി? ഡീസൽ വണ്ടിയാ. ഡീസൽ എങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ? മെയിൻ്റെനൻസ് ഒക്കെ കമ്പനി പ്രോപ്പർ സർവീസ് ഉള്ളതാണല്ലേ? അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, പൊതുവെ കുറവാണല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ 160 ഓടിയിട്ടുണ്ട്. അത് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡീസലിൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തതാണ്. കമ്പനിയാണോ? കമ്പനി സീറ്റ് ആണ്. വെന്റിലേഷൻ സീറ്റാണ്. വെന്റിലേറ്റഡ് സീറ്റ് ആണ്. വയർലെസ് ചാർജിംഗ് ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ്, എയർ ബാഗ്, 6 എയർ ബാഗ് അല്ലേ? തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ലക്ഷറി വാഹനമാണ്. ലക്ഷറി വാഹനത്തിന് അതിന്റേതായിട്ടുള്ള മെയിൻ്റെനൻസ് ഉണ്ടാവും കേട്ടോ. എത്രയാണ് ഈ വാഹനത്തിന് ഓഫർ പ്രൈസ്? 740 ആണ്. പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കൊടുക്കുക ചെറുതായിട്ട്. ഇത് പൊട്ടിച്ച വിലയാണ്. അതിന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലോൺ കൊടുത്തൂടെ? ഓ മാക്സിമം ലോൺ. നല്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് നല്ല അടിപൊളി ബ്ലാക്ക് അട്രാക്റ്റീവ് കളറിലെ വണ്ടി സ്വന്തമാക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ലോ ബഡ്ജറ്റിൽ ഒരു എത്തിയോസ് ആണ് കൊടുത്താലോ? ലോ ബഡ്ജറ്റില്. ഓക്കെ. ഡുവൽ ടോൺ ആണല്ലേ വാഹനം ചെയ്തതാണത്? അതെ അതെ. ഓക്കെ. മോഡൽ എത്ര? 2018 മോഡലാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയത്. റെഡിയിൽ നമ്പർ ആയത്. സെക്കൻഡ് ഓണർ വണ്ടി. 113 ഓടിയുണ്ട്. മേജർ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ. ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ പോളിഷ് ചെയ്ത് ഉഷാറാക്കി കൊടുത്തു. തീർച്ചയായിട്ടും. ഓക്കെ. ഡീസൽ ആണോ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20. മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ് ഈ വണ്ടി? ടയോട്ടന്റെ വണ്ടിയല്ലേ? പൊതുവെ കുറവായിരിക്കും. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം കാര്യങ്ങൾ, AC ഒക്കെ വർക്കിംഗ് അല്ലേ? ഒക്കെ വർക്കിംഗ് ആണ് അല്ലേ? എത്ര കൊടുക്കുക വാഹനം? ഇത് 5,60,000. 5,60,000. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? 5,60,000 രൂപക്ക് എത്തിയോസ് ഡുവൽ ടോൺ സ്വന്തമാക്കാം. ലോൺ കിട്ടും? ലോൺ ഏകദേശം 4.5-4.25 വരെ നമുക്ക് ലോൺ കിട്ടും. 2018 മോഡലാണ് കേട്ടോ. നല്ല റേറ്റും ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ഫോക്സ്വാഗന്റെ ഒരു വണ്ടി. എത്ര മോഡല്? ഇത് 2015 മോഡല്. വെൻഡോ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കല്. 4 അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കിലോമീറ്റർ ഓടിയുണ്ട്? 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അല്ലേ? ഡോക്ടർ ഓൺ ഡ്യൂട്ടി കാണുന്നുണ്ട്. സിംഗിൾ ഓണർ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. പൊതുവെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല ക്വാളിറ്റി. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല അല്ലേ? ഓക്കെ. എത്ര മൈലേജ് കിട്ടി വണ്ടിക്ക്? ഒരു 15-16 കിട്ടില്ല. പിന്നെ ഫോക്സ്വാഗന്റെ വണ്ടിയാണ്. അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 5,10,000 ആണ്. 5,10,000. നല്ല റേറ്റ് ആണല്ലോ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൊടുക്കല്ലേ? ലോൺ ചെയ്തൂടെ? മാക്സിമം ലോണും ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സാൻഡ്രോ പരിചയപ്പെടാം. മോഡൽ എത്ര? ഇത് 2010 മോഡൽ സാൻഡ്രോ ആണ്. 10 മോഡൽ. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ. ഓക്കെ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. 85,000 കിലോമീറ്റർ. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ടാവും ഇതിന്? ഹിസ്റ്ററി ഉണ്ട് അല്ലേ?
ഹുണ്ടായുടെ സാൻഡ്രോ ആണ്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 16-17 റേഞ്ച്. 16-17. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. സെറ്റ് അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ വരുന്നത്. പവർ സ്റ്റിയറിംഗ് വരുമോ? ഓ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരില്ല. ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ അടുത്ത വർഷം 2025. ഓക്കെ. എന്നാലും പേപ്പർ എടുക്കാനുള്ള കണ്ടീഷൻ ഉണ്ടല്ലേ? വണ്ടി ഒന്നും ചെയ്യാനില്ലല്ലോ. എത്രയാണ് ചോദിക്കണേ? ഇത് നമ്മൾ 1.30 ചോദിക്കണത്. ഫൈനൽ വില 1.25 ഫൈനൽ കൊടുക്കാം. 1.25 ലാസ്റ്റ് കുറയില്ലല്ലോ. 1.25 കൊടുക്കാം. ലോൺ കിട്ടൂലല്ലോ ഇനി? ലോൺ ശ്രീരാമൊക്കെ നോക്കാം, നമുക്ക് വെച്ച് നോക്കാം അല്ലേ? ഒറ്റ നോക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഫോക്സ് വാഗന്റെ ഒരു വണ്ടി. മോഡൽ എത്ര? ഇത് 2017 മോഡൽ പോളോ. ഡീസൽ പെട്രോൾ? ഡീസൽ. 17 മോഡൽ ഡീസൽ. അത്യാവശ്യം മോഡൽ കൂടി ഉണ്ട്. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 96,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി. മേജർ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ. ഡീസൽ എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? 20 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. 20 കിലോമീറ്റർ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാണ്? പൊതുവെ പോളോ അത്യാവശ്യം ഉണ്ട്, എന്നാലും ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്റീരിയർ. ഓക്കെ. വേരിയന്റ് ഏതായിരുന്നു? ഇത് കംഫർട്ട് ലൈൻ. കംഫർട്ട് ലൈൻ അല്ലേ? എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? വില 5.20 ആണ്. നമുക്ക് 5.10 ഫൈനൽ കൊടുക്കാം. ഫൈനൽ 5.10. ലോൺ ചെയ്ത് കൊടുത്തൂടെ? ഓ ലോൺ ഫുൾ തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ ലോണിൽ പോളോ നോക്കുന്നവർക്ക് 2017 മോഡലാണ്, അത് നോക്കണം. ഓക്കെ. ഇനി ലോ ബഡ്ജറ്റിൽ നമുക്ക് പോളോ കൊടുത്തൂടെ? 2013 മോഡലാണ് പോളോ. 13 മോഡൽ. ഡീസലിൽ അലോ വീൽസ് കാണലൊക്കെ ഹൈലൈൻ പറഞ്ഞ മോഡൽ അല്ലേ? ഓക്കെ. ഓണർഷിപ്പോ? 3 ഓണർഷിപ്പ്. തേർഡ്. എത്ര കിലോമീറ്റർ? 1,13,000 കിലോമീറ്റർ ഓടി. 1.13. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി അവൈലബിൾ ആണ്? ഹിസ്റ്ററി ഉണ്ട്. മേജർ റീപ്ലേസ് ഒന്നുമില്ല. മേജർ റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ല ഡീസൽ വാഹനമാണ്. ഓക്കെ. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഇന്റീരിയർ കേട്ടോ. 2013 അപേക്ഷിച്ച് അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാം അല്ലേ? എത്ര കൊടുക്കാം നമുക്ക്? 2,65,000. 2 ലക്ഷം. ചെറുതായിട്ട് കുറച്ച് കൊടുത്തൂടെ? ഫൈനൽ വിലയാണ്. ഫൈനൽ വില 2.60. നല്ല വില കേട്ടോ. 2,60,000 രൂപക്ക് പോളോ. 2.65. 2,65,000 രൂപയ്ക്ക് പോളോ. ലോൺ എത്ര ചെയ്യാം? ലോൺ ഏകദേശം 2.5 വരെ ലോൺ കയറും. 2 പ്രൊഫൈൽ ഉള്ളവർക്ക് ഫുൾ എമൗണ്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാട്ടോ. ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോയി ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ചെറുവണ്ടി ആയിട്ടുള്ള ഓൾട്ടോ പരിചയപ്പെടാം. മോഡൽ എത്ര? ഇത് 2019 മോഡലാണ്. 19 മോഡൽ അല്ലേ? LXI. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ ആണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 34,000. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. 34,000 കറക്റ്റ് ഹിസ്റ്ററി ഇല്ലേ? അതെ. ഓക്കെ. എത്രയാണ് ഇതിന് ആസ്കീണ്? ഇത് 3 റുപ്യ നമ്മൾ ചോദിക്കണേ. 2,95,000 കൊടുക്കാം. എത്ര മൈലേജ് കിട്ടും? ഒരു 18 ആ റേഞ്ച് പ്രതീക്ഷിക്കാം കേട്ടോ. ആൾട്ടോക്ക് മൈലേജ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ലോണും കിട്ടും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരുപാട് ഒരു വാഗനാർ അതുപോലെ തന്നെ i20 കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് i20 വാഗനാറിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. i20 2013 മോഡൽ ആസ്റ്റ. സെക്കൻഡ് ഓണർ. 1 lakh കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. നമ്മൾ റീപ്ലേസ് ഒന്നുമില്ല. 3 റുപ്യാണ് ചോദിക്കണേ. 2.95 ഫൈനൽ കൊടുക്കാം. ഫൈനൽ കൊടുക്കാം അല്ലേ? ലോൺ ചെയ്തൂടെ? ഓ ലോണൊക്കെ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ. ലോൺ ഡീസൽ അല്ലേ? ഡീസൽ. മൈലേജ്? അതെ. മൈലേജ് 20 കിലോമീറ്റർ മൈലേജ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടിയിൽ കൊടുക്കാം. 20 കിലോമീറ്ററോളം മൈലേജ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ. അലോയ് വീൽസ്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ. നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള വാഹനമാണ്. അപ്പൊ അതുപോലെ തന്നെ ചെറിയ ബഡ്ജറ്റിൽ വാഗനാർ കൊടുത്തൂടെ? വാഗനാർ 2016 മോഡൽ ഓട്ടോമാറ്റിക് വാഗനാറാ. ഓട്ടോമാറ്റിക്. ഓക്കെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഡിക്കിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. VXI. അതെ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1 lakh കിലോമീറ്റർ ഓടിയുണ്ട്. 1 ലക്ഷം. ഹിസ്റ്ററി ഉണ്ടാവില്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടയർ എത്ര പെർസെന്റേജ് ഉണ്ട്? ഒരു 50% ടയർ ഉണ്ട് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വണ്ടി. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് അപ്പോൾ? ഇത് 3.90 ആണ്. 3.85 ഫൈനൽ കൊടുക്കാം. 3,85,000 രൂപക്ക് മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഡസ്റ്റർ ഓട്ടോമാറ്റിക് അല്ലേ? റയർ സാധനം. അതെ. ഓക്കെ. 2016-17 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ? 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി പക്കുള്ള വണ്ടി കണ്ടീഷൻ ഓക്കെ ആണല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ ടയർ എത്ര ഉണ്ട്? ടയർ ഏകദേശം ഒരു 50%. 50%. എത്ര മൈലേജ് കിട്ടും ഇതിന്? ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു 15 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും പക്ക വർക്കിംഗ് അല്ലേ? ഗ്യാരണ്ടി കൊടുത്തൂടെ? ഗ്യാരണ്ടി കൊടുക്കാം. ചെക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് നമ്മൾ 6.25 വിലയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം. ചെറുതായി നെഗോഷിയബിൾ ആവും. 6.25 ലക്ഷം രൂപക്ക് നമുക്കൊരു ഡസ്റ്റർ സ്വന്തമാക്കാം അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് XUV 700 ഒരു 7 സീറ്റർ ചെറിയ വണ്ടി കൊടുക്കാൻ പറ്റുമോ? ചെറിയ വിലക്ക്? 2012 മോഡൽ W8.
W80 12 മോഡൽ W80 അല്ലേ? ഓണർഷിപ്പോ? തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 140 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ട് അല്ലേ? കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? എത്ര മൈലേജ് കിട്ടും ഇതിന്? ഇത് ഏകദേശം ഒരു 10 ഒരു ഇന്നോവന്റെ ഒക്കെ മൈലേജ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡാഷ്ബോർഡ് ഒക്കെ നല്ല നീറ്റ് ആണ്. സീറ്റ് കവർ ഇട്ട അടിപൊളിയായിരിക്കും. ഓക്കെ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ? അതെ. ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യണേ? ഇത് 480. 4,80,000 വില എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്നും കുറച്ച് കൊടുക്കാം. ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ലോണും ചെയ്ത് കൊടുക്കാം. വെറും 4,80,000 വലിയ 7 സീറ്റർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഓഫർ വണ്ടിയാണെന്ന് പറഞ്ഞു. ക്രെറ്റ 2016 മോഡൽ, സെക്കൻഡ് ഓണർ, ഡീസൽ അല്ലേ? എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 160ഓളം ഓടിയിട്ടുണ്ട്. സർവീസ് ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ, 10-27 എന്നുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, ഡീസൽ ബേസ് വേരിയന്റ് അല്ലേ? എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഏകദേശം ഒരു 16-17 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, അതുപോലെ എയർ ബാഗ് വരുന്നില്ല അല്ലേ? ഷെയറിംഗ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. എന്നാലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? എത്രയാണ് നമ്മൾ ഓഫർ പ്രൈസ് പറഞ്ഞത്? 6,4 ലക്ഷം രൂപ. അതൊന്നും കുറച്ച് കൊടുക്കാം, അതൊന്നും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുത്തൂടെ? തീർച്ചയായിട്ടും ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതാ അടുത്തായിട്ട് പഴയകാല രാജാവ് എലൻഡ്ര മോഡൽ. എത്ര? 2006 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. വെറും സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടാവും ഉണ്ട് അല്ലേ? ഓക്കെ, 2006 ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഓടിച്ച ഇത് മൊത്തത്തിൽ കാണുകയാണെങ്കിൽ വണ്ടി ബോഡി ഭാഗം അതുപോലെ തന്നെ എഞ്ചിൻ റൂം ഒക്കെ നോക്കി അത്യാവശ്യം നല്ല കണ്ടീഷനാണ് കേട്ടോ. നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി, ആരും ഇതിനൊരു മോശം പറയില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വാഹനം കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണോ? അതെ, ഫുൾ ഓപ്ഷൻ വേരിയന്റ്. എത്രയാണ് നമ്മൾ കൊടുക്കണേ? 1,90,000 എന്തെങ്കിലും പ്രൈസിൽ നെഗോഷിയേറ്റ് ആൾട്ടോന്റെ പ്രൈസ്. ഒരു ആൾട്ടോന്റെ പ്രൈസ് നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കിയിട്ട് അത്രയും പെർഫെക്റ്റ് വണ്ടി. ഈ വണ്ടി ഒരുപാട് പേര് സ്വപ്ന വാഹനമാണ്. ലോണ് കിട്ടുമോ അതിന്? ലോണ് കിട്ടൂല. ഇത് 2006 മോഡലല്ലേ? ലോൺ സാധ്യത കുറവാണ്. 2006 മോഡൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം റെഡി ക്യാഷ്, സെറ്റ് ഫിനാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ട, അതാണ് നല്ലത്. മാക്സിമം റെഡി ക്യാഷ്. അന്ന് തന്നെ എയർ ബാഗ് അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ അല്ലേ? യാതൊരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലേ? അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും വിലക്ക് നല്ല അലോയ് വീൽസ് ഒക്കെ ഞാൻ അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഒരു സ്കൂട്ടി സെക്കൻഡ് ഹാൻഡ് മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്, 85,000 കിലോമീറ്റർ ഓടിയുണ്ട്. നമ്മളോട് 39 റുപ്യ ചോദിക്കണേ. ഞാൻ എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിന്റെ വില. ഓക്കെ, ഇതിന് പിന്നെ റീപ്ലേസ് എന്തേലും? റീപ്ലേസും കാര്യങ്ങളൊക്കെ റീപ്ലേസും ഇല്ല. പമ്പർ ഒന്ന് ചെറിയ പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ഓട്ടത്തിൽ ഏകദേശം 50% ടയർ ഉണ്ട്. മഴയും വെയിലും ഉള്ളത്. എ സി ഉണ്ടോ ഇതിന്? എ സി ഒക്കെ ഇട്ട് യാത്ര ചെയ്യാം. നമുക്ക് നല്ല റെഡ് കളർ സെലറിയോ അല്ലേ? മോഡൽ എത്ര? 2014 ZX ഫുൾ ഓപ്ഷൻ. ഓക്കെ, 4 അലോയ് വീൽസ്, അതുപോലെ മിറർ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ടയർ എത്ര ഉണ്ട്? 50%. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. തേർഡ് ഓണർ ആയിട്ടുണ്ട്. 2,90,000. 2,90,000 രൂപയ്ക്ക് 14 ZX. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വില കുറച്ച് കൊടുക്കണേ? 14 മാക്സിമം ഓഫറിൽ കൊടുക്കണം. ഓഫർ ആൾക്കാരുണ്ട് വരട്ടെ അല്ലേ? പ്രേക്ഷകരുണ്ട് വരട്ടെ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വാഹനമാണ് കേട്ടോ. ഈ പ്രൈസിന് അടിപൊളി വാഹനമാണ്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഏകദേശം ഒരു 18 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കയറുമോ? ഫുൾ എമൗണ്ട് കയറൂല, എന്നാലും ഏകദേശം ഒരു 85% ലോൺ കിട്ടും. അപ്പൊ അടുത്തായിട്ട് ഒരുപാട് പേര് അന്വേഷിക്കുന്ന വണ്ടിയാണ് i10 സ്പോർട്സ്. 2011 മോഡൽ. 2011 സെക്കൻഡ് ഓണർ. 43,000 കിലോമീറ്റർ ഓടിയ. 43,000? വെറും 43,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ, അത്യാവശ്യം നല്ല വണ്ടിയാണ് കേട്ടോ. ഈ ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കമ്പനി കൊണ്ട് നോക്കിയിട്ട് എടുത്തൂടെ വണ്ടി? അത്രയും ഗ്യാരണ്ടി കൊടുക്കാം. എത്ര കൊടുക്കാം നമുക്ക്? 1.5 റുപ്യ ചോദിക്കണം. 1.45 ഫൈനൽ വില കൊടുക്കാം. 1.45 ഫൈനൽ. അതെ, ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർ. കംപ്ലൈന്റ് ഒന്നുമില്ല. നിലവിൽ ഇപ്പൊ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇത് ഹോണ്ടയുടെ അമേസ് അല്ലേ? മോഡൽ എത്ര? 2015-16 അമേസ്. 2015 മോഡൽ. ഡീസൽ പെട്രോളാ? ഡീസൽ. സിംഗിൾ ഓണർ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20 കിട്ടും. 20 കിട്ടൂലേ?
കിലോമീറ്റർ 1,15,000 സിംഗിൾ ഓണർ വണ്ടി. ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഹിസ്റ്ററി അവൈലബിൾ. കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. 4,20,000 നമ്മൾ വില ചോദിക്കണത്. 4,20,000 റുപ്യക്ക് 2015-16 നല്ല റേറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈ മറ്റേ ഡാഷ്ബോർഡൊക്കെ ഒരു വുഡൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിക്ക് എത്ര കൊടുക്കാം? നമുക്കത് 4,20,000 ഫൈനൽ 4 റുപ്യ കൊടുക്കാം. 4 ലക്ഷം റുപ്യ കൊടുക്കാം. 2015-16 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് സെഡാൻ വാഹനത്തിൽ നല്ല മൈലേജ് ഉണ്ട്. പെട്രോളോ ഡീസലോ? ഡീസൽ നല്ല മൈലേജ് ഒരു വണ്ടിയാണ്. ഓപ്ഷൻ. ഓക്കെ, 2016 മോഡൽ. ഓണർഷിപ്പോ 4th ഓണർഷിപ്പ് ആയിട്ട് റീ രജിസ്ട്രേഷൻ ആണ് ഈ വണ്ടി. 4th ഓണർ ആയിട്ടില്ലേ? 4th ഓണർ ആയി. ഡീസൽ അത്യാവശ്യം 20 ലെവലിൽ മൈലേജ് കിട്ടും. ഓക്കെ, വേരിയന്റ് ഏതായിരുന്നു? എക്സൽ അല്ലേ? ഓക്കെ, മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? ഓക്കെ, റീ രജിസ്റ്റേർഡ് കേരളത്തിലേക്ക് നമ്പർ ആയി. നമ്പർ ആയി. 53 നമ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കവർ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ? കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ചെക്ക് ചെയ്തിട്ട് എടുത്തുകൂടെ കൊണ്ടുപോയിട്ട്? ഓക്കെ, എത്രയാണ് ഈ മുതൽ ചോദിക്കണേ? 3,20,000. 3,20,000. നമ്മുടെ പ്രേക്ഷകർക്ക് 3 കൊടുത്തൂടെ? തീർച്ചയായും കൊടുക്കാം. 3 ലക്ഷം. ഓക്കെ, ലോൺ കിട്ടോ? ലോൺ ഏകദേശം 2,50,000 വരെ ലോൺ ചെയ്തു കൊടുക്കാം. 2,50,000 പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ 2,50,000 വരെ ചെയ്തു. ഓക്കെ, ഒരു 20 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സണ്ണി ഇറക്കാം അല്ലേ? ഓക്കെ, ടാക്സിക്കാർക്കൊക്കെ സുഖമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് റിഡ്സ് VDI പരിചയപ്പെടാം. ഡീസൽ മോഡലോ? 2013 മോഡൽ VDI. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 90,000. ജെനുവിനാണോ? ജെനുവിനല്ലേ? ഓക്കെ, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? പക്ക കൂളിംഗ്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 20 കിലോമീറ്റർ മൈലേജ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ, മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, എഞ്ചിൻ ഭാഗം എങ്ങനെയുണ്ട്? പക്കയാണല്ലേ? ഓക്കെ, എത്രയാണ് മുതൽ ചോദിക്കണേ? നമ്മൾ 3,15,000 റുപ്യ ചോദിക്കണേ. 3 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ 3 ലക്ഷം രൂപക്ക്. 3 ലക്ഷം രൂപക്ക് റിഡ്സ് കൊടുക്കുക. 2013 മോഡൽ അല്ലേ? ലോൺ കിട്ടോ? ലോൺ കിട്ടും. മാക്സിമം ലോൺ ചെയ്യും. എങ്ങനെയുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ? ഇനി വെറുതെ ഓവർ റേറ്റ് ആന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല പ്രൈസ് ആണ് കേട്ടോ. ഇനി ഈ നമ്മുടെ പേര് മലയിൽ മീഡിയയിലെ പേര് പറഞ്ഞ് വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തും തരും കേട്ടോ. അതിനൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മാക്സിമം ലോൺ വേണ്ടവർക്ക് അതിൻ്റെ ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണം. എന്നാൽ മാക്സിമം ലോൺ കിട്ടും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡ് മാറ്റി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.